നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. പല ആൾക്കാർക്കും ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഇങ്ങനെ എഴുതാനായിട്ട്. കാര്യം ഈ ഓഗസ്റ്റ് 8 പ്രത്യേകത എന്തെന്നറിയാമോ? ഒത്തിരി അധികം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ദിവസത്തെ ഒരു സ്പെഷ്യൽ സ്പിരിച്വൽ ഡേ ആയിട്ട് കണ്ടിട്ട് അവരുടെ മാനിഫെസ്റ്റേഷൻ എഴുതുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. ചിലർ ഇന്നത്തെ ദിവസം 8-ാം തീയതി മെഡിറ്റേഷൻ ചെയ്യും, വിഷൻ ബോർഡ്സ് ഉണ്ടാക്കും, പുതിയ ഗോൾസ് ഉണ്ടാക്കും. അവരെന്തൊക്കെയാണോ അവർ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യണ ദിവസമാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മനുഷ്യരും അവനവൻ്റെ ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെയാണ് ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊരു പോസ് ചെയ്യാനും, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ള സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനും, നിങ്ങളുടെ ലൈഫിൽ ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ്, പല പല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു നന്മകൾ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നെഗറ്റിവിറ്റിയൊക്കെ കുറയും. നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് മാസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓരോ പ്രാക്ടീസുകളും നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ഡേറ്റ് നിങ്ങളുടെ ജീവിതം മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡേറ്റിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അപ്പോൾ നമ്മളുടെ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ ഒരു ആക്ഷനിലേക്ക് പോകണം. അല്ലാതെ ഒരു പോർട്ടലിനും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വേണ്ട. പക്ഷേ പോർട്ടൽ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും വിചാരിക്കുന്നത് ആകാശത്ത് ഒരു മാജിക്കൽ ഗേറ്റൊക്കെ തുറന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് തന്നെ ഒരു ദിവസമാണെന്നുള്ളത്. സത്യമായിട്ടും അങ്ങനെയുള്ളൊരു അത്ഭുതമൊന്നുമല്ല നടക്കുക. ഇതൊരു സ്പിരിച്വൽ പ്രാക്ടീസാണ്. ഇതെന്താ ചെയ്യണത്? ജൂലൈ ഒരു 28-ാം തീയതി തൊട്ട് ഓഗസ്റ്റ് 12-ാം തീയതി വരെയുള്ള ഒരു പ്രൈം ടൈമാണ്. ഇതിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മൾക്ക് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യം നോക്കണമെങ്കിൽ അത്രയും കുഴപ്പം പിടിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ദിവസം നിങ്ങൾ ഏറ്റവും നെഗറ്റിവിറ്റി ഒന്നും ഇല്ലാതെ പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. എന്താണ് ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 8/8/2026 അപ്പോൾ ഈ ഒരു ദിവസം, ഈ ഒരു വർഷം എന്ന് വെച്ചാൽ 888 എനർജിയാണ് ഉള്ളതെന്നാണ് പറയണത്. അപ്പോൾ ഈ നമ്പർ 8 എന്ന് പറഞ്ഞാൽ നമ്മൾ 8നെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഇൻഫിനിറ്റിയുടെ ഒരു പ്രതീകമായിട്ടാണ് ആ ഒരു 8നെ നമ്മൾ കാണുന്നത്. അപ്പോൾ 8ന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതൊരു അബണ്ടൻസ് ഉള്ള നമ്പറാണ്. ഒരു ഇന്നർ സ്ട്രെങ്തും ശക്തിയൊക്കെ കിട്ടുന്ന ഒരു നമ്പറാണ് 8ൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും നേടാൻ പറ്റുന്ന ലെവലിലേക്ക് പോകാനായിട്ട് ഈ ഒരു പോർട്ടലിൽ നമ്മൾ കുറച്ച് ആക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 10x ആണ്. അപ്പോൾ പല ആൾക്കാർ ഈ അബണ്ടൻസ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? കാശ് കിട്ടിയ അബണ്ടൻസ് ആവുന്നതാണ്. ഈ മണി മാത്രമല്ല കേട്ടോ, നല്ല ആരോഗ്യം, സന്തോഷമുള്ള കുടുംബം, നല്ല സമാധാനവും ഉറക്കമൊക്കെ ഉള്ള രീതിയിലേക്ക്, നല്ല കോൺഫിഡൻസ് ഉള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലിവിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഒരു നാച്ചുറലി അബണ്ടൻസ് പറയുന്നത് അതിലേക്കാണ്, പണത്തെ മാത്രമല്ല. അപ്പം നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും നേടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ പോർട്ടലിൻ്റെ ദിവസത്തിന് എന്താ, അതിൽ അത്രയും മാസീവായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ദിവസമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി എടുത്ത് നല്ല വിശ്വാസത്തോടെ കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിനായിട്ട് ആ ഒരു ഗോളിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാര്യം, ഈ ഒരു കാര്യം വളരെ ഫാസ്റ്റായിട്ട് നടക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾക്ക് ശരിക്കും ചുമ്മാ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആക്ഷനും കൂടി എടുക്കണം, നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. പക്ഷെ ആ ഒരു എൻഡ് റിസൾട്ട് ഔട്ട്കം നമ്മൾ കിട്ടിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട്, നമുക്ക് സംശയമൊന്നും എടുക്കരുത്. അപ്പോൾ നിങ്ങളിത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ബുക്ക് എടുക്കണതാണ് ഏറ്റവും നല്ലത്. ആ ബുക്ക് എടുത്തിട്ട്
ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറേ നെഗറ്റിവിറ്റിയൊക്കെ നമ്മളിലുണ്ടാവും. അപ്പോൾ ആദ്യമേ നമ്മളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ അധികം പരാജയങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ തന്നെ സംശയിക്കും, എനിക്കിത് നടത്താൻ പറ്റുമോ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പരാജയത്തിൽ കൂടി പോയ ഒരാളാണ്, ഇനി എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കുമോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ ഉള്ളത് അതിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ഗുണം ഉണ്ടാവണം? നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മളുടെ ഉള്ളിൽ പോണ ലിമിറ്റഡ് ബിലീഫ്സ്, എന്താണ് നമ്മളുടെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത എന്താണെന്ന് മനസ്സിലാക്കുക. അതപ്പോൾ ഒന്ന് എഴുതി അതൊന്ന് കത്തിച്ച് കളയണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും. കാര്യം എന്താ, നമ്മൾ എന്നിട്ട് നമ്മുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അപ്പം നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 8-ാം തീയതി രാവിലെ 8 ആണ്. അപ്പോൾ ആ ഒരു സമയം രാവിലെയോ വൈകുന്നേരമോ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എഴുതുന്ന ഒരു 8 ഇൻറ്റൻഷനാണ്. അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസിൽ എഴുതാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഐ ആം ഹെൽത്തി, ഞാൻ ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരാൾ, ഐ ആം പീസ്ഫുൾ, ഐ ആം ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആണ്, ഐ ആം ഗ്രോവിങ് എവറി ഡേ, ഐ ആം എ മണി മാഗ്നറ്റ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾക്ക് എഴുതാം. അപ്പോൾ ഏത് സാധനവും ചെയ്യുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക എന്നുള്ളത് നമ്മൾ ബേസ് ചെയ്യുക, നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. പിന്നെ കുറച്ച് നേരം നമ്മളൊന്ന് സൈലൻസിൽ പോയിരിക്കുക. സൈലൻസിൽ പോയിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മൊബൈൽ എടുക്കരുത്, വേറെ ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് പോയിരിക്കുക. എന്നിട്ട് കുറച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ എഴുതണ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടന്നതായിട്ട് നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ സൈലൻസിലൊക്കെ ഇരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ കോട്ടുണ്ട്, ഒരു വർഷം അങ്ങനെ ഒത്തിരി ബുക്കുകൾ വായിക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതിനൊക്കെ ഗ്രഹിച്ചിരുന്നത് കുറച്ച് സമയം സൈലൻസിൽ ഇരിക്കുമ്പോഴാണെന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈലൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവറാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഒന്നും ചെയ്യാതെ കുറച്ച് നേരം നമ്മൾ സൈലൻസിൽ ഇരിക്കുക. എന്നിട്ട് അതൊന്ന് വർക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു 8 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക. നമുക്ക് നന്ദി പറയാനുള്ളൊരു 8 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും തന്ന സപ്പോർട്ടാവാം, ഹെൽത്താവാം, നമ്മളുടെ വീടാവാം, നല്ല ഭക്ഷണം കഴിച്ചതാവാം, നമ്മളുടെ നല്ല ഫ്രണ്ട്സാവാം. ഇപ്പം നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു 8 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണം എന്താ, നമുക്ക് ഒരു ഇല്ലായ്മേനെ കുറയ്ക്കാനായിട്ടും നെഗറ്റിവിറ്റി കളയാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. അത് എഴുതാൻ തുടങ്ങി അതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്രയും നല്ല അനുഭവങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു മാഗ്നറ്റ് പോലെ ആകാനായിട്ട് പറ്റുമോ ചെയ്യണം. അപ്പോൾ 8 ഇൻറ്റൻഷൻ എഴുതുക, 8 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. പിന്നെ കുറച്ച് നേരം 8 മിനിറ്റൊക്കെ ഒരു സൈലൻസിലിരിക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇന്ന് ഏറ്റവും നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല ദിവസം നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഗോളിലേക്ക് ഒരു ആക്ഷൻ തുടങ്ങുക. കാരണം നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമുക്ക് ആക്ഷൻ വേണം. അപ്പോൾ ചിലപ്പോൾ നല്ലൊരു ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങളുടെ പേജ് തുടങ്ങാം. പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വെച്ച് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് നടത്താൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. കാര്യം ഒരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ ജീവിതത്തെ അത്രയും വലുതായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ എഴുതുമ്പോൾ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് സംസാരിക്കരുത്. കംപ്ലൈൻറ്റ് പറയണ ഇഷ്ടംപോലെ സ്വഭാവം നമുക്കുണ്ടാവും. അപ്പോൾ പരാതി പറയാത്തൊരു ലെവലിലേക്ക് നിങ്ങൾ മൂവ് ഔട്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ്സിന് വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ എനർജി ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾ സംരക്ഷിച്ചിട്ട് വേണം മാനിഫെസ്റ്റേഷൻ എഴുതാൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല ആൾക്കാരും ശരിക്കും ഈ മാനിഫെസ്റ്റേഷനൊക്കെ എഴുതുമ്പോൾ ഇത് നടക്കുമോ, ഇത് തട്ടിപ്പാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എഴുതാൻ പോകാതിരിക്കുക. ചെയ്യുവാണെങ്കിൽ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് ദൈവം നിങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്ത ആ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള ഫീലിങ്ങിൽ നല്ല ധൈര്യത്തോടെ എഴുതുക, നല്ല കോൺഫിഡൻസോടെ എഴുതുക. എനിക്ക് ഇത് കിട്ടും, എനിക്കിത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, അങ്ങനെയുള്ള ലെവലിലേക്ക്
ആണ് നമ്മളുടെ ഒരു ഇമോഷൻ കൊടുക്കേണ്ടത്. കാര്യം അതിൽ സംശയമോ ബുദ്ധിമുട്ടൊക്കെ വന്ന ഒരു കാര്യവും നമുക്ക് നടക്കില്ല. അപ്പോൾ പലപ്പോഴും ഈ മാനിഫെസ്റ്റേഷനൊക്കെ ഏത് കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം നടക്കുന്നത് നമ്മൾക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ട് നമ്മൾ അത്രയും കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിനായിട്ട് പണിയെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ചെയ്യുമ്പോൾ, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആക്ഷനാണെന്ന് മനസ്സിലാക്കുക. ആക്ഷൻ ഇല്ലാത്ത ഒരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിലേക്ക് നമ്മളൊരു ഡിസിഷൻ എടുത്ത് നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നത് എന്താണ്? നമ്മളുടെ പഴയ വേർഷനിൽ നിന്ന് ഒരു ബെറ്റർ വേർഷൻ ആവാനായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ എത്തിക്കുക ചെയ്യണേ. അപ്പോൾ ഓരോ ദിവസവും നമ്മളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 1% പുരോഗതി വന്നാൽ പോലും ഒരു വർഷം എന്ന് പറഞ്ഞാൽ 36 ഇരട്ടി റിസൾട്ടാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടത്, 2026 എന്താണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, അത് ധൈര്യമായിട്ടങ്ങ് എഴുതുക. ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് എഴുതുക, എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത്. കാരണം വെച്ചാൽ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങൾ നോക്കിയിരിക്കുകയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ഒരു ഗ്രോത്ത് എടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മളൊരു എരയായിട്ട് ജീവിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കണം. ഒരു അക്കൗണ്ടബിളായിട്ടൊരു സപ്പോർട്ട് വേണം, ഒരു റൈറ്റ് മെൻറ്റർ വേണം. അങ്ങനെയൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ 1 month പ്രോഗ്രാമിലേക്ക് വരാം. ഇപ്പോൾ ലൈഫ് കോച്ച് ഷിജയുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 3333 രൂപയ്ക്ക് 1 month കോഴ്സിൽ ജോയിൻ ചെയ്യാം. റെഗുലർലി 6000 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് 50% ഓഫിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റണേ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണം, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു ഓർഡിനറി ലൈഫല്ല, എനിക്കൊരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം. എനിക്കൊരു ഫോർച്യൂൺ ലിവിങ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 100% ഞാൻ എൻ്റെ ശീലങ്ങളിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഞാൻ എന്നിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്, എനിക്ക് വിജയിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ലൈവായിട്ട് വരിക. ഈ പ്രാക്ടീസുകൾ 100% വിശ്വസിച്ചിട്ട് ചെയ്യുക. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ വിശ്വസിക്കണം, ദൈവത്തെ വിശ്വസിക്കണം. നമ്മളെ ഏറ്റവും അലൈൻഡായിട്ട് ആ ഗോൾ എഴുതിയിട്ട് മാത്രം കാര്യമില്ല, ആ ഗോൾ നടത്തിയെടുക്കാനായിട്ടൊരു അലൈൻഡ് ആക്ഷനിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വിജയമാവണേ. അല്ലാതെ ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. സ്ഥിരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്, ആ സ്ഥിരതയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കണേ. കാര്യം ലൈഫിൽ എപ്പോഴും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷേ വിജയിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവർ പ്രതിസന്ധികളിലേക്കല്ല ഫോക്കസ് ചെയ്യണത്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കൊടുക്കാം, എങ്ങനെ എൻ്റെ ജീവിതം ഏറ്റവും ബെസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതിലാണ് അവർ വർക്ക് ചെയ്യണത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതുന്ന എല്ലാ മാനിഫെസ്റ്റേഷനും എഫേർട്ട്ലെസ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാതിരിക്കരുത് കേട്ടോ, കാരണം ആക്ഷൻ ഉള്ളവർക്കാണ് ലൈഫിൽ രക്ഷപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എഗെയിൻ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. എന്നിട്ട് നടന്നു കഴിയുമ്പോൾ വന്ന് പറയാനും നടക്കരുത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി.